ഈ അകമ്പടി വ്യൂഹത്തോടെ അകമ്പടി വാഹനങ്ങളോടെ പ്രധാനമന്ത്രിയുടെ സംഘം ക്യാമ്പിലേക്ക് കടന്നെത്തുന്നു. ദുരന്ത മേഖലയിലേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന എത്രമാത്രം സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ വാഹനം കടന്നു വരുന്നത്. ആദ്യം പോലീസിന്റെ ഒരു വാഹനം കടന്നു വരുന്നു, ശേഷമാണ് SPG ഉൾപ്പെടെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളൊക്കെയും കടന്നു വരുന്നത്. വാഹനങ്ങൾ ഓരോന്നായി കടന്നു വരികയാണ്. നമുക്ക് ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുങ്കത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അടുത്തത് വീണ്ടും പോലീസിന്റെ വാഹനം തന്നെയാണ് കടന്നു വരുന്നത്. അങ്ങനെ ഓരോ വാഹനങ്ങളിലായി മധു സൂചിപ്പിച്ച പോലെ തന്നെ പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്താണ് ഒരു പ്രധാനമന്ത്രി വയനാട്ടിലെത്തുന്നത്. ഒരുപാട് ആവശ്യങ്ങളുള്ള, പലപ്പോഴും പല കാര്യങ്ങളിലും നിരന്തരം അവഗണിക്കപ്പെടുന്ന ഒരു ജില്ല കൂടിയാണ്. ആ ജില്ലയിലേക്ക് പ്രധാനമന്ത്രി, ആ ജനങ്ങളുടെ മുന്നിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ജനം നോക്കിക്കാണുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹനം ഇതാ കടന്നു പോകുന്നു. ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. കമൽ നേരെ ക്ഷമിക്കണം, മധു നേരെ എങ്ങോട്ടാണ്? നേരെ മേപ്പാടിയിലെത്തുന്നു. മേപ്പാടിയിലെത്തി നേരെ ചൂരൽമലയിലേക്ക്, അവിടെ നിന്ന് ചൂരൽമലയിൽ നിന്ന് തിരിച്ച് ക്യാമ്പുകളിലേക്ക് സന്ദർശനം നടത്തുന്നു. വീണ്ടും ദുരന്തബാധിതരെ കാണുന്നു, ആശുപത്രിയിലെത്തുന്നു, വിംസ് ആശുപത്രിയിലെത്തുന്നു. ആ വിധത്തിൽ ആണ് ഔദ്യോഗിക ഷെഡ്യൂൾ. വീണ്ടും തിരിച്ച് കൽപ്പറ്റയിലെത്തുന്നു. കൽപ്പറ്റയിലേക്ക് എത്തുമ്പോൾ വീണ്ടും യോഗങ്ങളുണ്ടാവും, അവലോകന യോഗമുണ്ടാവും. കേന്ദ്ര സംഘം ഇതിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ സമർപ്പിച്ച റിപ്പോർട്ടിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് സഹായം, ഏത് തരത്തിലുള്ള സഹായങ്ങൾ നൽകുന്നു എന്ന വിധത്തിലെല്ലാം വളരെ നിർണായകമായി ഒരുപാട് വയനാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ആ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം വയനാട്ടിൽ കടന്നെത്തുകയാണ്. ഒരു പ്രധാനമന്ത്രി എത്തുന്നു. പോലീസ് വാഹനങ്ങളും എല്ലാം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയാണ്. കഴിഞ്ഞ ദിവസം ക്യാമ്പിൽ സന്ദർശിക്കുമ്പോഴൊക്കെ, ക്യാമ്പിൽ നമ്മൾ കാണുന്നവരൊക്കെ ഇപ്പോൾ ഈ കൽപ്പറ്റയിൽ കാത്തിരിക്കുന്നവരിൽ പോലും ഇവരുടെ പലരുടെയും ബന്ധുക്കൾ അവിടെയുണ്ട്. ഇവർ പലരും ആ ദുരന്തം കൊണ്ട് മുറിവേറ്റവരാണ്. അങ്ങനെയുള്ളവരുടെ നടുവിലേക്ക് അവർക്ക് കൂടുതൽ ആശ്വാസം എത്തിക്കുന്ന വിധത്തിൽ പ്രധാനമന്ത്രിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ട് വൈകാതെ മേപ്പാടിയിലെത്തി ചൂരൽമലയിലേക്കും മുണ്ടക്കയിലേക്കും പ്രധാനമന്ത്രി സന്ദർശനം നടത്തുമ്പോൾ നരേന്ദ്രമോദിയിൽ നിന്ന് എന്ത് ഗ്യാരണ്ടി കേരളത്തിന് കിട്ടും? നേരത്തെ അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി പലവട്ടം അദ്ദേഹം ആവർത്തിച്ചതാണ്. ആ ഗ്യാരണ്ടി കേരളം ആഗ്രഹിക്കുന്ന നിമിഷമാണിത്. ഈ ജനങ്ങൾ അപ്പാടെ പ്രതീക്ഷിക്കുന്ന മുഹൂർത്തമാണിത്. ആ ഘട്ടത്തിൽ എന്താണ് പ്രധാനമന്ത്രി നൽകാനിരിക്കുന്നത്? അത് ഒരു കേവലമായ ഒരു ആശ്വാസത്തിനപ്പുറം സമഗ്രമായ ഒരു പദ്ധതി, മുഴുവൻ മേഖലകളെയും സ്പർശിക്കുന്ന ഒരുപാട് മനുഷ്യർ, ദുരന്തബാധിതരായ മുഴുവൻ ഉറ്റവരെയും എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യർക്ക്, അവർക്ക് നഷ്ടപ്പെട്ടതിനപ്പുറത്ത് ഇനി ആ വേദന മാറ്റാൻ കഴിയുന്ന, ആ സങ്കടങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു കൈത്താങ്, പുനരധിവാസം എന്നൊരു വലിയ കടമ്പയാണ്. കൽപ്പറ്റ ടൗണിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം അത് പുറപ്പെട്ടിരിക്കുകയാണ്.